നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ. ഇപ്പോൾ പന്തളത്ത് ആഗോള അയ്യപ്പൻ സംഗമം നടക്കുന്നത്. അത് ഭക്തന്മാരുടെ സംഗമമാണ്. അത് നല്ല രീതിയിൽ നടക്കണം. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ഭക്തர்களுക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരുപാട് ഭക്തர்களுക്ക് അയ്യപ്പൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് ഒരു സത്യം. അപ്പോൾ രാമർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. രാമർ വന്ന് രാമർ കോവിൽ അയോധ്യയിൽ തുറന്നു. രാമർ കൃഷ്ണ ആണെങ്കിൽ മധുരയിൽ സെൻറ്ററായിട്ടിരുന്ന് അത് അവരുടെ ലൈഫ് ഹിസ്റ്ററിയിൽ കണക്ഷനുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. രാമർ ശ്രീലങ്കയിൽ പോയി അത് ചെയ്തു ഇത് ചെയ്തു. മധുരയിൽ ഉള്ള കൃഷ്ണൻ വന്ന് ദ്വാരകയിൽ പോയി. ഇതൊക്കെ ഒരു സെപ്പറേറ്റ് ഹിസ്റ്ററി ഇരിക്കുന്നു. ഇതേമാതിരി അയ്യപ്പൻ്റെ ഹിസ്റ്ററി എല്ലാവർക്കും അറിയാം. അയ്യപ്പൻ്റെ ഹിസ്റ്ററിയെ സിനിമയായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ശരി തന്നെ. പക്ഷേ അയ്യപ്പൻ്റെ അവതാരത്തിനെ കുറിച്ച് ചില ഡൗട്ടുകൾ ഇന്നും പലർക്കും അറിഞ്ഞുകൂടാ. രാമരും കൃഷ്ണനും ഇരിക്കുന്ന മാതിരി ശ്രീധർമ്മശാസ്താവും അയ്യപ്പനുമാണ് രണ്ട് അവതാരങ്ങൾ. ഫസ്റ്റ് അവതാരം എന്ന് ശ്രീധർമ്മശാസ്ത. ശ്രീധർമ്മശാസ്ത്രനെ വിഷ്ണുവും ശിവനും കെട്ടിപ്പിടിച്ചു. അതിൽ ആ എനർജി മിക്സായി ശങ്കരനാരായണ എനർജി വന്നെന്ന് പറയുന്നത് അത് അയ്യപ്പനല്ല, അത് ശ്രീധർമ്മശാസ്ത്ര. ശ്രീധർമ്മശാസ്ത്ര ജനിപ്പോൾ അത് അവരെ കൈലയിൽ വിളിച്ചുകൊണ്ട് പോയി. കൈലാസിൽ അത് ശിവകുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ശിവൻ, ശക്തി, വിനായകർ, മുരുകൻ, അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വന്ന് ഈ ശ്രീധർമ്മശാസ്ത്ര അവിടെ പോയി. അത് അങ്ങയുടെ ഈ ശ്രീധർമ്മശാസ്ത്രയുടെ രണ്ടാമത് അവതാരമാണ് അയ്യപ്പൻ. അത് പന്തളത്തെ രാജാവ് കുട്ടികളില്ലാതിരുന്നപ്പോൾ ഇത് മണികണ്ഠൻ അവതാരത്തിൽ കാട്ടിൽ വന്ന് കിടന്നത് ശ്രീധർമ്മശാസ്ത്ര. അപ്പോൾ രണ്ടാമത് ഇന്ന് ഈ രാജാവിടെ കൂടെ ആയിരുന്ന അതിൻ്റെ ലീലകൾ കാണിച്ച് പിന്നെ വന്ന് തിരിച്ച് ഐക്യമായതും ശ്രീധർമ്മശാസ്ത്ര ആൾറെഡി അവിടെ ക്ഷേത്രം ഇരുന്ന സ്ഥലത്താണ് ശബരിമലയിൽ അത് ഐക്യമായത്. അപ്പോൾ ഈ രണ്ട് ഹിസ്റ്ററിയും അറിയണം. അപ്പോൾ അയ്യപ്പൻ്റെ മെയിനായിട്ടുള്ള ക്ഷേത്രം ഇരിക്കുന്നത് ശബരിമല. പക്ഷേ ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രം ഇന്ത്യ വേൾഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പ് ഉള്ള ശ്രീധർമ്മശാസ്ത്രയെക്കുറിച്ചുള്ള ഒരു വഴിപാട് നിറവേറുക അറിഞ്ഞുകൂടാ, അത് ചെയ്യുന്നുമില്ല. നമുക്ക് രാമരെയും കൃഷ്ണനെയും ഈക്വലായി വഴിപെടുന്ന ട്രഡീഷനുണ്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതിപ്പോൾ എന്ത് കൃഷ്ണ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ എന്ന് കൃഷ്ണൻ്റെ വഴിപാട് മാത്രം ചെയ്യുന്ന മാതിരിയാണ് അയ്യപ്പ വഴിപാട്. അതിൻ്റെ മുമ്പ് ഉള്ള അവതാരത്തിൻ്റെ ക്ഷേത്രം ഇരിക്കുന്നത് വന്ന് കുറ്റാലത്തിൻ്റെ അടുത്തുള്ള ശ്രീ ആര്യങ്കാവിലാണ് ശ്രീധർമ്മശാസ്ത്ര ഉള്ളത്. അവിടെ വന്ന് പൂരണ പുഷ്കല എന്നുള്ള രണ്ട് ദേവികളുടെ കൂടെ സമേതമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് പൂരണ പുഷ്കല ഇവരൊക്കെ സൗരാഷ്ട്ര ബ്രാഹ്മിൻ ഫാമിലിയെ ചേർന്ന രണ്ടുപേരാണ്. അവർ സദാ ശ്രീധർമ്മശാസ്ത്ര മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞ് തപസ്സിരുന്നത് കൊണ്ട് അവർ അവിടെ ഐക്യമായി. അവിടെ ഈ പെൺകുട്ടികളുടെ അച്ഛൻ അവിടെ നേരിത് വയ്ക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ആന തുരത്തി. അപ്പോൾ ആനയെ തൂക്കി ഇങ്ങനെ വീശിയിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോഴാണ് അങ്ങേര് ചോദിച്ചത്, നിങ്ങൾ ആരാണ്, സാധാരണ മനുഷ്യനല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ക്ഷേത്രത്തിൽ താഴെ വരാൻ പറഞ്ഞ് അവിടെ പോയപ്പോഴാണ് അവിടെ ശ്രീധർമ്മശാസ്ത്ര എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ താഴെ ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു പ്രസൻറ്റ് ചെയ്ത ഒരു നേരിത് വിഗ്രഹത്തിൻ്റെ മേലെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു അശരീരി കേട്ടു. രണ്ട് പെൺകുട്ടികളെയും കല്യാണ കോലത്തിൽ അവിടെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. വിളിച്ചുകൊണ്ട് പോയി രണ്ടുപേരും ജ്യോതിയായിട്ട് അവിടെ ശ്രീധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ പോയി ഐക്യമായി. ഇതിനിപ്പോൾ ഒന്ന് അയ്യപ്പ ഭക്തന്മാർ അതിനെക്കുറിച്ചുള്ള അവയർനെസ്സൊക്കെ കുറവായിരിക്കുന്നു. അതിനെയും ഈ ഭക്തന്മാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ ഹൈലൈറ്റ് ചെയ്യണം. ഇത് വേണം. ഇതുപോലെ എന്ന് വെച്ചാൽ അയ്യപ്പൻ വഴിപാട് ഞാൻ ഒരു പുസ്തകം എഴുതി. ഇതൊക്കെ വെച്ച് ഒരു 15 കൊല്ലത്തിന് മുമ്പൊക്കെ പുസ്തകം എഴുതി അത് അത്രയും വിറ്റ് തീർത്ത് അത് മെഡ്രാസിലുള്ള ശങ്കർ പതിപ്പകം പബ്ലിഷ് ചെയ്തു. ഇതേമാതിരി മലയാളത്തിൽ ഈ ഭക്തസംഗമത്തിന് കുറച്ച് ബുക്സൊക്കെ ഇറക്കണം ഇതൊക്കെ പറഞ്ഞിട്ട്. ഇത് അതുപോലെ എന്തെന്ന് വെച്ചാൽ അയ്യപ്പൻ വന്ന് ഏത് മതത്തിലാണ് ഇപ്പോൾ ചേർക്കുന്നത്? ഇപ്പോൾ ശൈവം ശിവനുള്ളത്, വൈഷ്ണവം വിഷ്ണുവിനുള്ളത്, ശാക്തം ശക്തിയുള്ളത്, കാണപത്യം വിനായകർ, കൗമാരം മുരുകൻ, അപ്പോൾ സൗരം സൂര്യ പ്ലാനറ്റ് കുടുംബം. അപ്പോൾ അയ്യപ്പന് എവിടെ? അയ്യപ്പന് സ്ഥലം ഇല്ല.
കാരണം വെച്ചാൽ ശങ്കരാചാര്യരുടെ പേരിൽ 6 മതങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ അപ്പോൾ ഈ അയ്യപ്പൻ അവിടെ അവതാരം എടുത്ത് വന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് ഒരു 7ാമത് മതമെന്നൊന്ന് ക്ലാസിഫൈ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന് അയ്യപ്പ വഴിപാട് 7ാമത് മതം എന്ന് പറഞ്ഞ് ബുക്ക് ഇറക്കി. ഇതേമാതിരി മലയാളത്തിൽ ബുക്ക് എഴുതി ഇതിനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. അത് ഈ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. തത്വമസിയുടെ വിളക്കം ഒരു എക്സ്പ്ലനേഷൻ വേണം. അതുമാത്രമല്ല, അവർക്ക് സ്പിരിച്വൽ ഒരു എൻലൈറ്റൻമെൻറ്റ് കൊടുക്കാനുള്ള സംവിധാനം ഈ കൊല്ലം മാത്രമല്ല എല്ലാ കൊല്ലവും ഉണ്ടാകണം. പന്തളത്ത് ഇത് നടത്തിയ അടുത്തത് ആറന്മുളയിൽ അടുത്ത കൊല്ലം നടത്തണം, അടുത്തത് പമ്പയിൽ നടത്തണം, അടുത്തത് നിലക്കല്ല് ഇങ്ങനെ എല്ലാ കൊല്ലവും നടത്തണം. അല്ല, നടത്തിയാൽ മാത്രമേ ഹിന്ദു ഐക്യം ഹിന്ദു എഡ്യൂക്കേഷൻ ആവും. ഇപ്പോൾ ഈ ആഗോള സംഗമം നടത്തുന്നതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയന് തന്നെ പോകും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ല, അങ്ങേര് തുടങ്ങാൻ പോയി തന്നെ നിങ്ങൾക്ക് ചൂടുണ്ടായപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷൻ. നിങ്ങൾ ആദ്യം തുടങ്ങണമെന്ന് തോന്നിയില്ലല്ലോ, ഇപ്പോഴെങ്കിൽ തോന്നുന്നു. പക്ഷേ യു ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ അബൌട്ട് അയ്യപ്പ വർഷിപ്പ്, തത്വമസി, അതിൻ്റെ മുമ്പത്തെ അവതാരം, ഇതൊക്കെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് വന്ന് എല്ലാ അടുത്ത വിശ്വാസ അയ്യപ്പ സംഗമം സക്സസ് ആകട്ടെ എന്നുള്ള ബ്ലെസ്സിങ്ങോട് പറയുകയാണ്. നന്ദി, നമസ്കാരം.